ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ ഫ്രഞ്ച് പടയ്ക്ക് പിഴച്ചതെവിടെ എന്ന ചോദ്യമാണ് എങ്ങും. ഏറ്റവും കരുത്തരായ ആക്രമണവും പകരക്കാരിൽ പോലും സൂപ്പർ താരങ്ങളും ഉണ്ടായിട്ടും സ്പെയിനെ വിറപ്പിക്കാൻ പോലും ഫ്രാൻസിനായില്ല. ലോകകപ്പിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മുന്നേറ്റ നിര കിലിയൻ എംബപ്പെ, ഒസ്മാൻ ഡെംബലെ, മൈക്കിൾ ഒലീസെ. ടൂർണമെന്റിലുടനീളം എതിരാളികളുടെ പ്രതിരോധത്തെ തകർത്ത ത്രയം ഒടുവിൽ സ്പെയിൻ മതിലിൽ തട്ടി വീണു. 6 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളടിച്ച ഫ്രഞ്ച് മുന്നേറ്റം എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു. 8 ഗോളും 3 അസിസ്റ്റുമായി കിലിയൻ എംബപ്പയും 5 ഗോളും 2 അസിസ്റ്റുമായി ഒസ്മാൻ ഡെംബലെയും ആക്രമണത്തിന് നേതൃത്വം കൂട്ടി. 5 അസിസ്റ്റുകളുമായി മൈക്കിൾ ഒലീസെ പ്ലേ മേക്കറുടെ റോളിൽ തിളങ്ങി. വേഗവും സാങ്കേതിക മികവും പരസ്പര ധാരണയും ഒത്തുചേർന്നപ്പോൾ ലോകകപ്പിലെ ഏറ്റവും അപകടകാരിയായ മുന്നേറ്റ നിരയായി ഈ ഫ്രഞ്ച് ത്രയം മാറി. പൊസിഷൻ ഫുട്ബോളിലൂടെ കളി നിയന്ത്രിക്കുന്ന സ്പെയിനിന് മുന്നിൽ പക്ഷേ ഫ്രഞ്ച് ആക്രമണം വിജയിച്ചില്ല. മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത സ്പെയിൻ ആദ്യം പൂട്ടിയത് ഒലീസയെയായിരുന്നു. മധ്യനിരയിൽ നിന്ന് പന്തെത്താതായതോടെ എംബപ്പെ ഒറ്റപ്പെട്ടു. ഡെംബലെ വിങ്ങിലൂടെ ആക്രമണം നടത്തിയെങ്കിലും സ്പാനിഷ് പ്രതിരോധം ഒരു പഴുതും നൽകിയില്ല. 8-ാം മിനിറ്റിൽ റാബിയോയ്ക്ക് മഞ്ഞക്കാർഡ് ലഭിച്ചതോടെ മധ്യനിരയുടെ ആക്രമണ ശേഷി കുറഞ്ഞു. 30-ാം മിനിറ്റിൽ വില്യം സാലിബ പരിക്കേറ്റ് പുറത്തായതോടെ പ്രതിരോധവും ദുർബലമായി. ഇടതുവിങ്ങിൽ ലൂക്കാസ് ഡിഗ്നെ താളം കണ്ടെത്താതിരുന്നിട്ടും തിയോ ഹെർണാണ്ടസിനെ ഇറക്കാൻ ദിദിയർ ദശാംസ് വൈകി. ഒലീസയ്ക്ക് പകരം റയാൻ ചെർക്കിയെ കൊണ്ടുവരുന്നതിലും വൈകിയതോടെ മത്സരത്തിന്റെ ഗതി മാറ്റാൻ ഫ്രാൻസിന് സാധിച്ചില്ല. സ്പെയിനിന്റെ പൊസഷൻ ഫുട്ബോളിന് ഫലപ്രദമായ മറുതന്ത്രം കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് ഫ്രാൻസിന് തിരിച്ചടിയായത്. സെമിയിൽ യാത്ര അവസാനിച്ചെങ്കിലും ആക്രമണ ഫുട്ബോളിന്റെ ആവേശം ലോകത്തിന് സമ്മാനിച്ചാണ് ഫ്രാൻസ് മടങ്ങുന്നത്. തുടർച്ചയായ 3-ാം ലോകകപ്പിലും സെമി ഫൈനലിലെത്തിയ ഫ്രാൻസ് ലോക ഫുട്ബോളിന്റെ ശക്തരായ ടീമുകളിലൊന്നാണെന്ന് വീണ്ടും തെളിയിച്ചു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.